എൻ്റെ ഒരു ടാസ്ക് പോലെ ഞാൻ എടുക്കുക. ഇനിയിപ്പോൾ ഏതൊരു ഈശോ പറഞ്ഞു ഇഷ്ടമല്ല എന്ന്, അങ്ങനെ ഞാൻ പറയുന്നത് ശരിയല്ല എന്ന്. അപ്പം ഇനി ഏതൊരു ആളിലും അപ്പം എനിക്ക് ഇതിൻ്റെ തിയോളജി ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഞാൻ വിചാരിക്കുക, അപ്പം ഈശോ പറഞ്ഞ ഏത് മനുഷ്യരിലെ കണ്ടാലും നമുക്ക് ഭംഗി തോന്നണം, ആരും നമ്മൾ ഭംഗിയില്ല എന്ന് വിചാരിക്കരുത്, അത് കർത്താവിന് ഇഷ്ടമല്ല എന്ന്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം നമ്മൾ ചിന്തിച്ചാലല്ലേ ഉള്ളൂ കുഴപ്പം. ആളെ കാണുമ്പോൾ ഞാനത് എന്തു പറയുന്നത് മനഃപൂർവ്വം ബ്ലോക്ക് ചെയ്യുവാണ് കേട്ടോ. മനഃപൂർവ്വം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നില്ല പിറ്റേ ദിവസം തൊട്ട് എനിക്ക് എല്ലാവരെയും കാണുമ്പം ഭംഗി തോന്നിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇറ്റ് വാസ് എ ഗ്രാജുവൽ പ്രോസസ്സ്. ഇതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനൊരു കോൺഷ്യസ് ഒരു എഫേർട്ട് ഇട്ടു. പക്ഷെ കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴേ എനിക്ക് സത്യമായിട്ട് ഞാൻ പറയാം, ഏതൊരു വ്യക്തിയെ കണ്ടാലും എനിക്ക് അവർക്ക് ഭംഗി തോന്നും. അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും ഒരു ഭംഗി കുറവ് എനിക്ക് തോന്നാറില്ല. പക്ഷെ എനിക്കറിയാം ഓരോ സ്റ്റാൻഡേർഡ്സ് ആൾക്കാർ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരാളെ കാണുമ്പോൾ നല്ല മോശമെന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് അതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ എനിക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ പേഴ്സണലി എൻ്റെ മനസ്സിൽ നിന്ന് ആ ഇമ്പോർട്ടൻസ് അങ്ങ് പോവുകയും ചെയ്തു. എനിക്ക് ഏതൊരു വ്യക്തിയിലും സൗന്ദര്യം കണ്ടെത്താൻ പറ്റും. അവരേത് കളർ ആയിക്കൊള്ളട്ടെ, അവരുടെ മൂക്കിൻ്റെ ഷേപ്പ് എന്തായിക്കൊള്ളട്ടെ, ഹൈറ്റ് എന്തായിക്കൊള്ളട്ടെ, എനിക്ക് ആ വ്യക്തിയിൽ ഒരു സൗന്ദര്യം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് അവർക്കൊരു ഭംഗി കുറവായിട്ട് ആരെയും എനിക്കങ്ങനെ തോന്നുന്നില്ല. അപ്പം അത് എന്നിൽ വന്ന ഒരു വലിയ ചേഞ്ചാണ്. അത് ഒരു ഓവർനൈറ്റ് ഒരു ചേഞ്ചൊന്നുമല്ല, കുറച്ച് വർഷങ്ങളെടുത്തു കേട്ടോ. കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഞാൻ ഡെവലപ്പ് ചെയ്തതാണ്. അപ്പം അത് കർത്താവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പം ഞാനൊരു കോൺഷ്യസ് ആയിട്ടൊരു എഫേർട്ട് ഇട്ട് തന്നെ മാറ്റിയ ഒരു കാര്യമാണ്. പക്ഷെ അതിൽ നിന്ന് എനിക്ക് വന്ന ഒരു വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് എനിക്കുണ്ടായിരുന്ന ഇമ്പോർട്ടൻസ് അതോടെ അങ്ങ് മാറിപ്പോയി കേട്ടോ. അപ്പം ഞാൻ ഒരിക്കലും പിന്നെ ചിന്തിക്കുന്നില്ല എന്നെ കാണാൻ നല്ലതാണോ, ഞാൻ ഇങ്ങനാണോ ഇരിക്കുന്നത്, എന്തോ എൻ്റെ മനസ്സിൽ നിന്ന് ആ എൻ്റെ സൗന്ദര്യത്തിനുള്ള ഇമ്പോർട്ടൻസും അങ്ങ് മാറിപ്പോയി. അപ്പോൾ അതിനു മുമ്പ് ഞാൻ നല്ല ഒരുങ്ങിയൊക്കെ നടക്കത്തുള്ളായിരുന്നു. നല്ലതായിട്ട് ഒരുങ്ങിയും അങ്ങനെയൊക്കെ നടക്കുന്ന ആളായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള ആളുമായിരുന്നു കേട്ടോ. നല്ലതായിട്ട് ഒരുങ്ങി നടക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആളായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ നിന്ന് ഗ്രാജുവലി ആ ഇമ്പോർട്ടൻസ് അങ്ങ് പോയിട്ട് എനിക്ക് അതൊരു വലിയ ഫ്രീഡമാണ്. എനിക്കതൊരു എന്താ പറയുന്ന ഒരു ഭയങ്കര ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫീലിംഗ് ആണ്. അതല്ലേ ആക്ച്വലി നമുക്കതൊരു ഫ്രീഡമാണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് എൻ്റെ ഒരു പഴയ ആളെയും എൻ്റെ ഇപ്പോഴത്തെ ആളെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഫ്രീഡമാണ്. അപ്പം നിങ്ങളിത് എഗ്രി ചെയ്താലും എഗ്രി ചെയ്തില്ലെങ്കിലും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കതൊരു ഫ്രീഡമാണ്. കാരണം സ്വന്തം കുഞ്ഞുങ്ങളെ പോലും ഭംഗിയില്ല എന്ന് വിചാരിക്കുന്ന പേരൻസ് ഉണ്ട്.